ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ടി വി എസ് ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ പുതിയൊരു എൻജിൻ ഷോക്കേസ് ചെയ്തിരിക്കുകയാണ്, അതായത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും ലോഞ്ച് ചെയ്യാറുള്ളത് അവരുടെ പുതിയതായിട്ട് വരുന്ന മോഡൽസ് കാര്യങ്ങളാണ്. ബട്ട് ഇവിടെ നേരെ തിരിച്ച് ടി വി എസ് അവർ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവരുടെ എൻജിനാണ് അവർ ലോഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. RTX D4 എന്ന് പറഞ്ഞാണ് ഈ ഒരു എഞ്ചിൻ്റെ നെയിമും കാര്യങ്ങളും നൽകിയിട്ടുള്ളത്. ഓൾറെഡി ഈ ഒരു നെയിമിൽ ടി വി എസ് പണ്ടേ ഒരു ട്രേഡ് മാർക്കൊക്കെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇൻ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ആ ഒരു RTR സീരീസ് പോലെ തന്നെ RTX എന്നുള്ള നെയിമും ബേസ് ചെയ്തായിരിക്കാം മോഡൽസ് കാര്യത്തിൽ വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് പുതിയൊരു എഞ്ചിനിൽ ടി വി എസ് കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നെല്ലാമാണ് ഡീറ്റെയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വലിച്ചിട്ടാണ്ട് ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കിയാലോ. 299cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ 4 വാൽവ് DOHC എഞ്ചിനാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. സോ ഈ ഒരു എഞ്ചിൻ 300cc സെഗ്മെൻറ്റിലോട്ടാണ് അവർ ഡെവലപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. മാക്സിമം പവർ ഔട്ട്പുട്ട് കാര്യങ്ങൾ വരുന്നത് 35 PHP അറ്റ് 9000 RPM 28.5 Nm ടോർക്ക് 7000 RPM ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും അതുപോലെ വരാൻ പോകുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളും അവർ ഓൾറെഡി ഈ ഒരു ഷോയിലൂടെ അനൗൺസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു എൻജിൻ വളരെ ഹീറ്റ് മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. അതായത് കൂളിംഗ് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ നൽകിയിട്ടുള്ള എഞ്ചിനാണ്. സോ ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാര്യങ്ങളാണെങ്കിലും ഒരു ലോങ് റൈഡ് കാര്യങ്ങളാണെങ്കിലും എൻജിൻ ഹീറ്റിംഗ് കാര്യങ്ങളിൽ ഒരു റൈഡറിനെ സംബന്ധിച്ചിടത്തോളം ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യില്ല ഈ ഒരു എഞ്ചിനിൽ നിന്ന് ടി വി എസ് ഇപ്പോഴേ ക്ലെയിം ചെയ്തിട്ടുള്ളത് കാര്യം തന്നെയാണ്. ആൻഡ് ഈ ഒരു എഞ്ചിനിൽ 2 ഓയിൽ പമ്പ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. സോ കൂളിംഗ് മാത്രമല്ല, ഓയിൽ പ്രഷറും കൺട്രോളും കാര്യങ്ങളും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് ഈ ഒരു 2 ഓയിൽ പമ്പ് കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ. ആൻഡ് നെക്സ്റ്റ് ഫീച്ചറായിട്ട് വന്നിട്ടുള്ളത് റൈഡ് ബൈ വയർ കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ നൽകിയിട്ടുണ്ട്. ആൻഡ് റൈഡ് ബൈ വയർ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിൽ റൈഡ് മോഡ്സ് കാര്യങ്ങളും അതുപോലെ പവർ മോഡ്സ് കാര്യങ്ങളൊക്കെയും ഒത്തിരിയേറെ കാണാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡലിൻ്റെ ടോർക്ക് ആണ്. അതായത് ഇനീഷ്യൽ ടോർക്ക് കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് ഈ ഒരു എഞ്ചിൻ്റെ ട്യൂണിങ് കാര്യങ്ങൾ. ആൻഡ് മെയിൻലി ടി വി എസിന് ഇനി വരാൻ പോകുന്നത് അഡ്വഞ്ചർ സെഗ്മെൻറ്റിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ആൻഡ് ഈ ഒരു എഞ്ചിൻ വെച്ച് ഫസ്റ്റ് തന്നെ വരാൻ പോകുന്ന ഒരു മോട്ടോർ സൈക്കിളും ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റിലേക്കുള്ള ഒരു മോട്ടോർ സൈക്കിളാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതിന് കാരണം ഇപ്പോൾ ഓൾറെഡി 300cc അവർക്ക് RR310 സ്പോർട്സ് ബൈക്ക് സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ സ്ട്രീറ്റ് ബൈക്ക് സെഗ്മെൻറ്റിലേക്ക് RTR 310 കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് അവർക്ക് ഫുൾഫിൽ ചെയ്യാനുള്ളത് ഒരു അഡ്വഞ്ചർ CC സെഗ്മെൻറ്റിലോട്ട് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഈ ഒരു എഞ്ചിൻ വെച്ച് തന്നെയായിരിക്കും. ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു BMW എഞ്ചിൻ കാര്യങ്ങൾ റീപ്ലേസ് ചെയ്ത് RR 310 RTR 310 ഈ ഒരു എഞ്ചിൻ വരാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. സോ ഈ ഒരു മോഡലിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് ഇനി വരാൻ ചാൻസ് ഉള്ളത്, ഈ ഒരു മോഡൽ നമുക്ക് ഓൾറെഡി സ്ലിപ്പർ അസിസ്റ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ നോർമലി വരുന്ന പോലെ തന്നെ ഡ്യുവൽ ചാനൽ ABS, USB ഫോർക്ക്, TFT മീറ്റർ കൺസോൾ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും നെക്സ്റ്റ് വരുന്ന മോട്ടോർ സൈക്കിളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ഓൾറെഡി ടി വി എസ് ആയതുകൊണ്ട് തന്നെ വാരിക്കോരി ഫീച്ചേഴ്സ് കാര്യങ്ങൾ നൽകും. അതുകൊണ്ട് തന്നെ ഫീച്ചർ വൈസ് ഒരു പോരായ്മ കാര്യങ്ങൾ നെക്സ്റ്റ് മോട്ടോർ സൈക്കിൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു മോഡൽ വരുന്ന 300cc ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ 300cc ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൽ നിന്നാണ് ടി വി എസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 210cc എക്സ്പൾസ് ഓൾറെഡി സെയിലിൽ കാര്യങ്ങളുള്ളതാണ്. ഒരു 450cc ഹിമാലയൻ 450 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കറിയാം. സോ അതിൻ്റെ ഇടയിലൊരു മോഡൽ വരുമ്പോൾ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് കാര്യങ്ങൾ നിലവിൽ അവൈലബിൾ ആണ്. സോ ഒരു 300cc സെഗ്മെൻറ്റിലൊക്കെ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വരുമ്പോൾ അതും ടി വി എസിൻ്റെ പോർഷനിൽ നിന്ന് വരുമ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ് കാര്യങ്ങൾ നിലവിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടിയും ആ ഒരു CC 300cc ഒരു അഡ്വഞ്ചർ ഫോക്കസ് ചെയ്യുന്ന ഒരു കസ്റ്റമേഴ്സിന് ഇച്ചിരി കൂടിയും ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ആൻഡ് വെൽ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനും കൂടിയാണ് ഈ ഒരു എഞ്ചിൻ അവർ ട്യൂൺ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഹീറ്റ് മാനേജ്മെൻറ്റും ട്യൂണിങ് കാര്യങ്ങളും അതുപോലെ ടോർക്ക് കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു 300cc ഒരു പക്ക അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ് ടി വി എസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു 300cc വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസും കാര്യങ്ങളിൽ ഈ ഒരു മോട്ടോർ സൈക്കിൾ അവൈലബിൾ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് ഓൾസോ ഈ ഒരു മോഡൽ 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ അസിസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്.
സോ ഈ ഒരു മോഡലിൽ എന്തായാലും 2025 ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ടി വി എസിൻ്റെ പോർഷനിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് കാര്യങ്ങൾ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ആ ഒരു മോട്ടോർ സൈക്കിൾ വരട്ടെ എന്ന് നമ്മൾ കരുതുന്നു. സോ ഇനി ടി വി എസിന് നെക്സ്റ്റ് വരാൻ പോകുന്ന മോഡലിൻ്റെയൊക്കെ നെയിം കാര്യങ്ങൾ ഒരു RTX ബേസ് ആയിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. എനിവേ ഇനി നെക്സ്റ്റ് വരുന്ന ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന് അവരിടാൻ പോകുന്ന പേര് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഊഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ. ബൈ.